നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കോഴിക്കോട് പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുവെന്ന ആരോപണത്തെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. CPM യുവ നേതാവിനെതിരെ ഉയർന്ന കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴിക്കോട് സ്വദേശിയും ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നതുമായ ഒരാളിൽ നിന്നും യുവ നേതാവ് കോഴ കൈപ്പറ്റിയെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് വഴി കാര്യം നടത്താമെന്ന ഉറപ്പിൽ ലക്ഷങ്ങളാണ് ഇടപാട് ഉറപ്പിച്ചതെന്നുമാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു പരാതിയുണ്ടോ? ഈ വിഷയത്തിൽ മന്ത്രി പാർട്ടിക്ക് പരാതി നൽകിയിട്ടുണ്ടോ എന്നീ ചോദ്യങ്ങളോട് തനിക്ക് അറിയില്ല എന്നായിരുന്നു മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. എന്നാൽ കോഴ ഇടപാട് സംബന്ധിച്ച് പാർട്ടിക്ക് ലഭിച്ച പരാതിയിൽ CPM സംസ്ഥാന നേതൃത്വം പ്രാഥമിക അന്വേഷണം നടത്തിയതായും ഈ വിഷയം അന്വേഷിക്കണമെന്ന് മുഹമ്മദ് റിയാസ് പാർട്ടിയോട് ആവശ്യപ്പെട്ടതായുമാണ് സൂചനകൾ. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കാണ് മന്ത്രി പരാതി നൽകിയത്. CITU ജില്ലാ ചുമതല വഹിക്കുന്ന നേതാവ് നേതൃത്വം നൽകുന്ന കോക്കസിനെ കുറിച്ച് അന്വേഷണം വേണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടതെന്ന് അറിയുന്നു. കോഴ ആരോപണത്തിൽ പ്രതിസ്ഥാനത്തുള്ള യുവ നേതാവ് മന്ത്രി റിയാസിന്റെ പേര് പറഞ്ഞാണ് 60 ലക്ഷം രൂപ ചോദിച്ചത്. മന്ത്രി മുഹമ്മദ് റിയാസിന് പുറമെ MLAമാരായ സച്ചിൻ ദേവ്, തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവരുടെ പേരുകളും പ്രാദേശിക നേതാവ് ഉപയോഗപ്പെടുത്തിയതായി ദമ്പതികളുടെ പരാതിയിൽ പറയുന്നുണ്ട്. 60 ലക്ഷം നൽകിയാൽ PSC അംഗത്വം നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ഇതിൽ 20 ലക്ഷം PSC അംഗത്വത്തിനും 2 ലക്ഷം മറ്റ് ചിലവുകൾക്കായി കൈമാറുകയും ചെയ്തു. വനിതാ ഡോക്ടർക്ക് വേണ്ടി ഭർത്താവാണ് പണം കൈമാറിയത്. ഒടുവിൽ അംഗത്വം കിട്ടാതെ വന്നപ്പോൾ ആയുഷ് മിഷനിൽ ഉയർന്ന തസ്തിക വാഗ്ദാനം ചെയ്തെങ്കിലും നടന്നില്ല. ഇതോടെയാണ് പാർട്ടി നേതൃത്വത്തിന് പരാതി ലഭിക്കുന്നത്. എന്നാൽ PSC അംഗത്വത്തിന് കോഴ വാങ്ങിയതായി ഉയർന്ന ഈ ആരോപണത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിഷേധിച്ചിട്ടില്ല. നിയമസഭയിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം പല ആരോപണം ഉന്നയിച്ചപ്പോൾ നാട്ടിൽ പലവിധത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുവെന്നും അതിനെതിരെ സ്വാഭാവിക നടപടി ഉണ്ടാകുമെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്.